KCYM തലശ്ശേരി അതിരൂപതയും ശാലോം ടെലിവിഷനും സംയുക്തമായി അവതരിപ്പിക്കുന്ന യുവജന മതബോധന ഗ്രന്ഥമായ യുക്യാനെ സംബന്ധിച്ച പഠന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മളോടുകൂടി ആയിരിക്കുന്നത് പ്രമുഖ വാഗ്മിയും ദൈവശാസ്ത്ര പണ്ഡിതനുമായ മാർ ജോസഫ് പാംബ്ലാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഞങ്ങളുടെ യുവജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ വേണ്ടി സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അഭിയന്റെ പിതാവിനോട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ വേണ്ടി ഇവിടെ ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ പനത്തടി ഫൊറാനയിലെ യുവജനങ്ങളാണ്. അവരെ ഓരോരുത്തരെയും ഏറ്റവും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പ്രത്യേകമായിട്ട് നമ്മൾ കണ്ടത് പ്രപഞ്ച ഉൽപ്പത്തിയെക്കുറിച്ചായിരുന്നു. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണുവാൻ വേണ്ടി പോകുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രപഞ്ച ഉൽപ്പത്തിയെക്കുറിച്ചാണ്. 6 ദിവസം കൊണ്ട് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുവെന്നും 7-ാം ദിവസം വിശ്രമിച്ചുവെന്നാണ് ഉൽപ്പത്തി പുസ്തകം പറയുന്നത്. അതിനെ സംബന്ധമായ കാര്യങ്ങളാണ് ഇന്ന് ഈ യുവജനങ്ങൾ ചോദിക്കുവാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത് ഓക്കെ. പിതാവേ, എൻ്റെ പേര് ജോജിൻ. എൻ്റെ ചോദ്യം ഇതാണ്: പ്രകൃതി നിയമങ്ങളുടെ ഉറവിടം ദൈവമാണെന്ന് എങ്ങനെ തെളിയിക്കാനാകും? യുക്തിവാദികളുടെ ചോദ്യങ്ങൾക്ക് നമുക്ക് എങ്ങനെ മറുപടി പറയാൻ കഴിയും? യെസ്, ജോർജിൻ്റെ ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യം തന്നെയാണ്. പ്രകൃതി നിയമങ്ങൾ, അതായത് ഇത് ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ചില യുക്തിവാദികൾ പറയും പ്രകൃതിക്ക് അതിൻ്റേതായൊരു നിയമമുണ്ട്, അതനുസരിച്ചാണ് പ്രകൃതി പ്രവർത്തിക്കുന്നത്. ആ നിയമം ദൈവമൊന്നും കൊടുത്തതല്ല, ദൈവമായിട്ടൊരു ബന്ധവുമില്ല, അത് സ്വയമേവ അങ്ങ് ചലിക്കുകയാണ്. ശരിയാണ്, പ്രപഞ്ചം ഇപ്പോൾ നിയതമായ നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇപ്പം ഭൂമിക്ക് സൂര്യനെ വലയം ചെയ്യാനുള്ള നിയമമുണ്ട്. സൂര്യന് വലം വയ്ക്കുകയാണ്, അല്ലേ, ചുറ്റുകയാണ്. അത് ഒരു പ്രകൃതി നിയമമാണ്. കുറച്ച് നാൾ ഇത്രയും കാലം ചുറ്റിയല്ലോ, ഇനി എന്നെ കൊണ്ട് പറ്റിയല്ല എന്ന് പറഞ്ഞ് ഭൂമി ഇരിക്കാറില്ല. ഭൂമി ചുറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അതൊരു പ്രകൃതി നിയമമായിട്ട് നമ്മൾ മനസ്സിലാക്കും, അല്ലേ? ഈ പ്രകൃതി നിയമങ്ങൾ ദൈവദത്തമാണ് എന്നാണ് വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ പ്രകൃതി നിയമങ്ങൾ ദൈവദത്തമല്ല, അത് പ്രകൃതിയിൽ തന്നെ അന്തർലീനമാണ് എന്നതാണ് നിരീശ്വരവാദികൾ പറയുന്ന വാദം. നമുക്കറിയാം, ഒരു ക്ലോക്ക് നിർമ്മിക്കുന്ന വ്യക്തി ആ ക്ലോക്ക് കൃത്യമായി ട്യൂൺ ചെയ്തിട്ടുണ്ട്, അല്ലേ? അതിന് ഈ കീ കൊടുത്ത് പിരിവെച്ച് അതിൻ്റെ സ്പ്രിങ് മുറുക്കി അതനുസരിച്ചാണ് ഇത് കൃത്യമായി ഓടുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ ഓരോ വണ്ടി നിർമ്മാണ കമ്പനിയുണ്ട്. മാരുതിയുടെ ഗിയറുകൾ ഇടുന്നത് പോലെ ആയിരിക്കുകയല്ല ചിലപ്പോൾ ഫോൾക്സ് വാഗൻ്റെ ഗിയർ ഇടുന്നു, അല്ലേ? ചിലപ്പോൾ അതിൻ്റെ റിവേഴ്സ് ഗിയർ മാരുതിയിൽ ഇടുന്നതിൻ്റെ നേരെ വിപരീതമായിരിക്കും. ചില വണ്ടികൾക്ക് ഗിയറേ ഉണ്ടാകിയാൽ, അല്ലേ, ഗിയറിങ് ഇല്ല, വെറുതെ ആക്സിലേറ്റർ കൊടുത്താൽ മതി. അങ്ങനത്തെ വണ്ടിയുണ്ടല്ലോ. ഇപ്പോൾ പൊതുവെ അത്തരം കമ്പനികൾ ഇറക്കുന്നത്. അതായത് ഒരു വണ്ടി എങ്ങനെയാണ് ഓടുന്നത് എന്ന് നിശ്ചയിച്ചത് ആരാണ്? ആ വണ്ടിയുടെ നിർമ്മാതാവാണ്, അല്ലേ? ഈ വണ്ടിയിൽ ഈ ഗിയർ ഇന്ന പൊസിഷനിൽ ഇടുമ്പോഴാണ് ഇത് ന്യൂട്രൽ, ഇന്ന പൊസിഷനിൽ ഇത് പാർക്കിംഗ് ഗിയറാണ്, ഇന്ന പൊസിഷനിൽ ഇത് റണ്ണിങ് ഗിയറാണ്, ഇന്ന പൊസിഷനിൽ ഇത് ഫസ്റ്റ് ഗിയറാണ്, സെക്കൻഡ് ഗിയറാണ്, തേർഡ് ഗിയറാണ്. ന്യൂട്രലിട്ടേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ എന്ന് പണ്ടൊരു നിയമമുണ്ടായി. ഇപ്പോൾ അത് ക്ലച്ച് പരമാവധി ചവിട്ടിപ്പിടിച്ച് ഏത് ഗിയറിലും സ്റ്റാർട്ട് ചെയ്യാം എന്ന് പല വണ്ടികളിലും മാനുവലിൽ പറയുന്നു. ഇതെല്ലാം മാറ്റിയത് ആരെയെന്ന് ചോദിച്ചാൽ അതിൻ്റെ നിർമ്മാതാവാണ്. ആ നിർമ്മാതാവിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ആ വാഹനം പ്രവർത്തനക്ഷമമാകുന്നത്, അല്ലേ? അതിന് പകരം നമ്മൾ തോന്നിയതുപോലെ ഗിയറിട്ടാൽ അതങ്ങനെ ഓടിയാലോ. എങ്ങനെയാണോ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ആ ഡിസൈനർ അതിനെ നിശ്ചയിച്ചിരിക്കുന്ന നിയമം അനുസരിച്ചാണ് അത് പ്രവർത്തിക്കുക, ഇല്ലയോ? അതാണ് അതിൻ്റെ ശാസ്ത്രം. എങ്കിൽ ഈ പ്രപഞ്ചത്തിന് ഒരു നിർമ്മാതാവുണ്ട്, ഒരു നിയന്താവുണ്ട്. അവൻ നൽകിയ നിയമം അനുസരിച്ചാണ്
ഈ പ്രപഞ്ചം പ്രവർത്തന നിരതമാകുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കും. നിരീശ്വരവാദികളോട് ഇതെങ്ങനെ വിശദീകരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ജോജിന് എത്ര പരിശ്രമിച്ചാലും നിരീശ്വരവാദി സമ്മതിച്ചു തരാൻ വഴിയില്ല. കാരണം നിരീശ്വരവാദികൾ അവനെ തന്നെ വിശ്വാസമില്ല. അതാണ് നിരീശ്വരവാദത്തിൻ്റെ പ്രത്യേകത. ആരെയും വിശ്വാസമില്ലാത്തതുകൊണ്ട് അവൻ തന്നെ പോലും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എങ്കിൽ ഈ സൃഷ്ടപ്രപഞ്ചത്തിന് അതിൻ്റേതായ പ്രവർത്തന നിയമം ഒരുക്കിയത് ദൈവമായ കർത്താവാണ്. ആ ഒരു സത്യം പരസ്പര പൂരകങ്ങളായ വസ്തുതകളാണ്. സൃഷ്ടാവാണ് തൻ്റെ സൃഷ്ടിയുടെ പ്രവർത്തന നിയമം ക്രമീകരിക്കുന്നത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രകൃതി നിയമങ്ങൾ എന്ന് പറയുന്നത് ദൈവവിശ്വാസത്തിന് വിരുദ്ധമായ കാര്യമല്ല. ഈ പ്രകൃതി നിയമങ്ങൾ ശരിക്കും ദൈവം തന്നെ ഈ സൃഷ്ടി കർമ്മത്തിലൂടെ അവയിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്ന പ്രവർത്തക നിയമങ്ങളാണ് എന്നതാണ് സത്യം. ഓക്കെ, നല്ലൊരു ചോദ്യം ചോദിച്ച ജോജിന് കൃത്യമായിട്ട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ യുക്തിയും വിശ്വാസവും രണ്ടും ഒന്നിച്ചു പോകുന്നതാണെന്നും യുക്തിയില്ലാതെ വിശ്വാസമില്ല എന്നും വിശ്വാസമില്ലാതെ യുക്തിയില്ല എന്നും അഭിയന്ത പിതാവ് വളരെ മനോഹരമായിട്ട് പറഞ്ഞു തന്നു. അഭിയന്ത പിതാവിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അടുത്ത ചോദ്യം ചോദിക്കാം. പിതാവേ, എൻ്റെ പേര് ജനീൽ. എൻ്റെ ചോദ്യം ഇതാണ്: ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം 6 ദിവസമാണെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്തുകൊണ്ടാണ് 6 ദിവസം? ജൊനേലിൻ്റെ ചോദ്യം, ദൈവം 6 ദിവസം കൊണ്ട് സൃഷ്ടി നടത്തി 7-ാം ദിവസം വിശ്രമിച്ചു. എന്തുകൊണ്ടാണ് 6 ദിവസം കൊണ്ട് സൃഷ്ടി നടത്തുന്നത് എന്നാണ് ജൊനേലിൻ്റെ ചോദ്യം, അല്ലേ? അപ്പോൾ 7-ാം ദിവസം വിശ്രമിക്കാൻ വേണ്ടിയാണ് ദൈവം 6 ദിവസം കൊണ്ട് സൃഷ്ടി നടത്തിയത് എന്നതാണ് സത്യം. എന്ന് പറഞ്ഞാൽ 7-ാം ദിവസത്തെ വിശ്രമം അതിന് പ്രത്യേകമായ അർത്ഥമുണ്ട്. ആ അർത്ഥം നിലനിർത്താൻ വേണ്ടി എന്ന് പറഞ്ഞാൽ മനുഷ്യനിങ്ങനെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട ആളല്ല, അവന് വിശ്രമം ആവശ്യമുണ്ട്. അത് മറ്റൊരു വിഷയമാണ്, നമുക്കതിലേക്ക് വരാം. പക്ഷേ എന്തുകൊണ്ട് ദൈവം 6 ദിവസം കൊണ്ട് സൃഷ്ടി പൂർത്തിയാക്കി എന്ന് ചോദിച്ചാൽ, യഹൂദ വീക്ഷണമനുസരിച്ച് നമ്മുടെ വീക്ഷണമനുസരിച്ചും ആഴ്ചയിൽ പ്രവർത്തന നിരതമായ 6 ദിവസങ്ങളും 7-ാം ദിവസം വിശ്രമവുമാണ്. ആ ഒരു യാഥാർത്ഥ്യത്തെ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആഴ്ചയിലെ 7 ദിവസങ്ങളിൽ 6 ദിവസമേ നമ്മൾ പ്രവർത്തന നിരതരാകാൻ പാടുള്ളൂ. ഒരു ദിവസം വിശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് വിശ്രമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഇതിനെ മനസ്സിലാക്കാം. സൃഷ്ടി വിവരണത്തെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഈ ക്രമീകരണങ്ങൾക്ക് സമാനമായ സംഭവങ്ങളെയാണ് ദൈവം സൃഷ്ടിക്കുന്നത്. 1-ാം ദിവസം പ്രകാശമായിരുന്നു. ആ പ്രകാശം തരാൻ കഴിവുള്ള, നിത്യമായും പ്രകാശം തരുന്ന സൂര്യചന്ദ്രന്മാരെ ദൈവം സൃഷ്ടിക്കുന്നു. രാത്രിയിൽ ചന്ദ്രൻ, പകൽ സൂര്യൻ, അല്ലേ? 1-ാമത്തെ പ്രകാശവുമായി ഇപ്പോൾ ബന്ധിപ്പിച്ചു. 2-ാം ദിവസം ദൈവം എന്തായിരുന്നു ചെയ്തത്? മുകളിലുള്ള ആകാശത്തെയും താഴെയുള്ള ഭൂമിയെയും വേർതിരിക്കുകയാണ്. അതിന് സമാനമായിട്ടാണ് ദൈവമായ കർത്താവ് ആകാശത്തിലെ പക്ഷികൾ, സകല രീതിയിലുള്ള പറവകളെയും സൃഷ്ടിച്ചു. പ്രാണികളും പറക്കുന്നതും ചാടുന്നതും അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്ന എല്ലാത്തിനെയും ദൈവം സൃഷ്ടിക്കുന്നു. 3-ാം ദിവസം ദൈവം ചെയ്തത് എന്താണ്? കരയും കടലും വേർതിരിക്കുകയാണ്. കരയും കടലും വേർതിരിച്ചപ്പോൾ കരയിലെയും കടലിലെയും ജീവികളെല്ലാം ദൈവം അന്ന് സൃഷ്ടിച്ചു. മത്സ്യങ്ങൾ, വിവിധ തരത്തിലുള്ള കടൽ ജീവികൾ, കരയിലെ ജീവികളെയും ദൈവം അന്ന് സൃഷ്ടിച്ചു. ഇനി 6-ാം ദിവസം ദൈവം ചെയ്യുന്ന എന്താണ്? 6-ാം ദിവസം ദൈവം ചെയ്യുന്നത് മനുഷ്യനെ സൃഷ്ടിക്കുക. അത് വളരെ ആലോചിച്ചാണ്. കാരണം ദൈവത്തിന് അന്നേ അറിയാമായിരുന്നു ഇവന്മാരെ സൃഷ്ടിച്ചാൽ തനിക്ക് പണി കിട്ടും എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ദൈവം വളരെ ആലോചിച്ചു എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിക്കേണ്ടത്. അവനെ തൻ്റെ ഛായയിൽ, സാദൃശ്യത്തിൽ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു.
മനുഷ്യനെ ദൈവത്തിൻ്റെ ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇനിമേൽ അടുത്തിരിക്കുന്നവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ആരെ കാണാൻ പറ്റും? ദൈവത്തെ കാണാൻ പറ്റും. അതാണ് ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച്. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ദൈവം മനുഷ്യനെയാണ് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത്. ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചെന്നോ ഇസ്ലാമിനെ സൃഷ്ടിച്ചെന്നോ ഹിന്ദുവിനെ സൃഷ്ടിച്ചെന്നോ ഒന്നുമല്ല. എല്ലാ മനുഷ്യൻ്റെയും മുഖത്ത് എന്തുണ്ട്? ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും. അതുകൊണ്ട് ഒരു വിശ്വമാനവികതയാണ് ബൈബിളിൻ്റെ സൃഷ്ടി വിവരണത്തിൻ്റെ പശ്ചാത്തലം. ഇനി 7 എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പൂർണ്ണതയെ സൂചിപ്പിക്കുന്ന, ആ പൂർണ്ണത ദൈവത്തിൻ്റെ വിശ്രമത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. അതുകൊണ്ടാണ് 6 ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയെന്ന് വിശുദ്ധ ഗ്രന്ഥം സൂചിപ്പിക്കുന്നു. 7-ാം നാൾ വിശ്രമത്തിൻ്റെ ദിനമാണ്, സാബത്ത് ദിനമാണ്. അതുകൊണ്ട് 6 നാളുകൾ കൊണ്ട് ദൈവം സൃഷ്ടിച്ചു. ദൈവത്തെ പോലെ 6 നാളുകൾ പ്രവർത്തന നിരതനാകണം മനുഷ്യൻ, 7-ാം നാൾ വിശ്രമിക്കണം. ഇതാണ് ഈ സൃഷ്ടി വിവരണത്തിൻ്റെ ഈ ദിവസക്രമത്തിൻ്റെ പൊരുൾ. ചോദ്യം ചോദിച്ച ജനലിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇതിനോട് ചേർന്ന് ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ? പിതാവ്, എൻ്റെ പേര് ജസ്സ. കഴിഞ്ഞ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. ദൈവം തൻ്റെ സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയതിനു ശേഷം 7-ാം ദിവസം വിശ്രമിച്ചു എന്നാണല്ലോ ഉൽപ്പത്തി പുസ്തകം പറയുന്നത്. ദൈവത്തിൻ്റെ ഈ വിശ്രമം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? യെസ്, ജസായുടെ ചോദ്യം. ജസ എന്നാ പഠിക്കുന്നത് ഇപ്പം? ഞാനിനി +2ലേക്ക്. അപ്പോൾ ദൈവം 7-ാം ദിവസം വിശ്രമിച്ചു. അതെന്തിനാണ് വിശ്രമിച്ചത്? ദൈവത്തിന് ഇത്രയും ആവശ്യതയാണോ? കുറച്ച് പണിയെടുത്ത പാടെ കിടപ്പിലായോ? ഇതാണ് ജസായുടെ ചോദ്യം, ഇല്ലേ? ജസായും ഇതുപോലെയൊക്കെ ആയിരിക്കും. കുറച്ച് പണിയെടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് ക്ഷീണം വരുമ്പം കിടക്കും, ഇല്ലേ? ദൈവം അങ്ങനെയൊക്കെ കിടക്കേണ്ട ആവശ്യമുണ്ടോ? ഇതാണ് ജസ ചോദിക്കുന്നത്. ദൈവം സർവശക്തൻ, ഇങ്ങനെ അങ്ങ് പെട്ടെന്ന് ക്ഷീണിച്ചാലോ എന്നാണ്. യഥാർത്ഥത്തിൽ ഈ 7-ാം ദിവസത്തെ വിശ്രമത്തിന് വലിയ അർത്ഥമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, 7-ാം ദിവസം വിശ്രമിക്കണമെന്ന് ദൈവം പറയുമ്പോൾ അതിൻ്റെ കൂടെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അന്നേ ദിവസം നിൻ്റെ വീട്ടിലെ പരിചാരകരും അടിമകളും മൃഗങ്ങളും വിശ്രമിക്കണം. അവരൊന്നും പണിയെടുക്കാൻ പാടില്ല. അന്നേ ദിവസം നിൻ്റെ വീട്ടിലൊന്നും പാചകം ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ദൈവം കർക്കശമായി പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചാൽ, ഇസ്രായേൽക്കാരുടെ വീടുകളിൽ ഇങ്ങനെ പാവം അടിമകളുണ്ട്. ഈ അടിമകളെ ഇവന്മാർ തച്ചിനിട്ട് പണിയിപ്പിക്കും. അവനെ ഒരു ദിവസം വിശ്രമം കൊടുക്കണമെന്നൊന്നും പറഞ്ഞാൽ സമ്മതിക്കുകയില്ല. പിന്നെയും ഇട്ട് പണിയിപ്പിക്കും. പ്രത്യേകിച്ച് ഒരുത്തൻ വിശ്രമമായിട്ട് എല്ലാം കൂടെ വീട്ടിൽ കയറി ഇരുന്നാൽ ആ പാവ അടിമയുടെ കാര്യം കഷ്ടമാണ്. അവന് 4 നേരം വെച്ച് വിളമ്പി ഇവൻ്റെ വീണ്ടും ഓടി. അതുകൊണ്ട് ദൈവം പറഞ്ഞു എന്താണ്? അന്നേ ദിവസം ആരും ഒന്നും ചെയ്യാൻ പാടില്ല. ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ. ഭക്ഷണം ഉണ്ടാക്കി തിന്നണം, അത് തലേന്ന് ഉണ്ടാക്കി വെച്ച് തിന്നോ, വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇതിങ്ങനെ കർക്കശമാക്കിയത് ദൈവത്തിന് വിശ്രമിക്കാൻ വേണ്ടിയല്ല, വിശ്രമം എന്ത് എന്നറിയാതെ അധ്വാനിക്കേണ്ടി വരുന്ന സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവന് വേണ്ടി ദൈവമൊരുക്കിയ ഒരു കരുതലാണ് സാബത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ദൈവത്തിൻ്റെ ക്ഷീണമോ ദൈവത്തിൻ്റെ വിശ്രമമോ അല്ല. വിശ്രമം ഒരിക്കലും അനുഭവിക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു ജനതയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതലുള്ള ഇടപെടലാണ് ഈ 7-ാം ദിവസത്തെ വിശ്രമം എന്ന സത്യം നമ്മൾ ഓർക്കുക. നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്, മനുഷ്യനിങ്ങനെ വിശ്രമമില്ലാതെ അധ്വാനിക്കാൻ വേണ്ടിയുള്ളവനല്ല. അവൻ വിശ്രമം അത് ആവശ്യമുണ്ട്. ഒരു ജോലി കഴിഞ്ഞാൽ വിശ്രമം. രാത്രി നേരത്തും കാലത്തും കിടന്നുറങ്ങണം. യുവജനങ്ങളോട് എനിക്ക് പറയാനുള്ളതാണ്, ആരെയെങ്കിലും യഥാർത്ഥത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെ 10 മണി കഴിഞ്ഞ് ഫോൺ വിളിച്ച് ശല്യം ചെയ്യരുത്, അല്ലേ? വീട്ടിലെല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ തച്ചിനിരുന്ന് ഫോൺ വിളിയാണ് സ്നേഹിക്കുന്നവരെ.
നേരം വെളുക്കോളം ഫോൺ വിളിച്ചിട്ട് 2 ഒരു പിച്ചും പേയും പറഞ്ഞ് നടക്കുന്ന, വെളിവില്ലാതെ എഴുന്നേറ്റ് ക്ലാസ്സിൽ പോകുന്നത് പല യുവജനങ്ങളുടെ ഇടയിലെ ഒരു പ്രശ്നമാണ്. ശരിക്കും വിശ്രമം അത് ആവശ്യമുണ്ട്. എനിക്ക് ഉറക്കം വരുന്നു, നമുക്ക് ഫോൺ വിളി നിർത്താം എന്ന് പറഞ്ഞിട്ട് പോലും അവൻ നിർത്തിയാൽ പിന്നെയും വിളിക്കുവാണ് എന്ന് ഒരു വഴക്കിനിടയിൽ ഒരു പെൺകുട്ടി അവളുടെ സുഹൃത്തിനെ കുറിച്ച് പറയുകയാണ്. നീ എന്നാ അവളെന്തിനാ ഇങ്ങനെ വിശ്രമിക്കുന്നത്? എന്നെ കേൾക്കുന്നത് തന്നെയാണ് അവൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന്. അത് നീ വിചാരിച്ചാൽ മതിയോ? അവൾക്കൂടെ തോന്നുന്നുണ്ട്. ശരിക്കും ഈ വിശ്രമം എന്ന് പറയുന്നത് അതിനകത്തൊരു ആധ്യാത്മികതയുണ്ട്, അപരനോടുള്ള ഒരു ആദരവുണ്ട്, അപരൻ്റെ വിചാരങ്ങളോടും വികാരങ്ങളോടുമുള്ളൊരു കരുതലുണ്ട്. ഇനി ഫോൺ വിളി അല്ലേ പോലും ഈ മൊബൈൽ വന്നേ പിന്നെ യുവജനങ്ങൾക്ക് വളരെ ഉറക്കം കുറവാണ്, ഇല്ലേ? ചുമ്മാ തോണ്ടിക്കൊണ്ട് ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഇങ്ങനെ നേരം കളയുന്നവരുണ്ട്. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒരു തൊഴിലും ഇല്ലാതെ എഴുതി വിടുന്നവന്മാരുടെ വിടുവായത്തങ്ങളും മുഴുവനും കേട്ട് പറഞ്ഞ് നേരം കളയേണ്ട കാര്യം വല്ലതും നമുക്കുണ്ടോ? നമ്മൾ വിശ്രമിക്കണം. ആ വിശ്രമം എന്നത് മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ശരിയായി വിശ്രമിക്കാത്തതാണ് മനുഷ്യൻ്റെ പല രോഗങ്ങൾക്കും കാരണമെന്ന് ആയുർവേദം വിധിക്കാറുണ്ട്. അതുകൊണ്ട് ശരാശരി ഒരു 8 മണിക്കൂർ ഉറങ്ങണം എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. അങ്ങനെ ഉറങ്ങിയാൽ അത് ആരോഗ്യത്തിന് ഗുണകരമാണ്. പലപ്പോഴും നമുക്ക് പറ്റാറില്ല എന്നുള്ള സത്യമാണ്, എനിക്കും പറ്റാറില്ല. പക്ഷേ ദൈവം ഈ വിശ്രമത്തിൻ്റെ ഒരാധ്യാത്മികത നിശ്ചയിക്കുന്നുണ്ട് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, ഈ ലോകത്തിലെ ഇപ്പോഴത്തെ 1-ാം നമ്പർ തിന്മ എന്ന് പറയുന്നത് വർക്കഹോളിസമാണ്. സർവ്വനേരവും ജോലി, രാത്രിയിലും ജോലി, പകലും ജോലി, തച്ചിനിരുന്ന് ജോലി. അതേസമയം ദൈവത്തിന് മുമ്പിലിരിക്കാൻ, ദൈവത്തെ ഓർക്കാൻ, ഈ വിശ്രമം എന്ന് പറയുന്നത് ദൈവത്തെ ഓർക്കാൻ, ദൈവ സാന്നിധ്യത്തിൻ്റെ സന്തോഷം നുകരാൻ ഉള്ള അവസരം കൂടിയാണ്. അതുകൊണ്ടാണ് സാബത്തിനെ കർത്താവിൻ്റെ ദിവസം എന്ന് വിളിക്കുന്നത്. ആ ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ ചേർത്ത് വായിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വിശ്രമം, സാബത്ത് എന്ന് പറയുന്നത് പാവപ്പെട്ടവനോടും അടിമകളോടും വിശ്രമം നിഷേധിക്കപ്പെട്ടവരോടുമുള്ള ദൈവത്തിൻ്റെ കരുതലാണ് ഒരു വശത്ത്. മറുവശത്ത് നാം എല്ലാവരും വിശ്രമിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. മൂന്നാമതായി, വിശ്രമം എന്നത് ആത്യന്തികമായി നമ്മളെ കൂടുതൽ കർമ്മോത്സുകരാക്കുകയും ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കാൻ, ദൈവസാന്നിധ്യം അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കാൻ, ദൈവം തന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞ് ജീവിക്കാൻ ഉള്ള അവസരം ഒരുക്കുകയും ചെയ്യും. അഭിയൻ്റെ പിതാവിൻ്റെ ഈ ഉത്തരം കേട്ടപ്പോൾ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമായി കാണും. കാരണം നല്ലതുപോലെ വിശ്രമിക്കണമെന്നാണ് പിതാവ് പറഞ്ഞത്. നല്ലതുപോലെ ഉറങ്ങാം, ക്ലാസ്സിലിരുന്നല്ല, അല്ലാതെ കട്ടിലേക്ക് കിടന്ന് നമുക്ക് ഉറങ്ങാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. പിതാവ്, എൻ്റെ പേര് ജിൻസ്. ഉൽപ്പത്തി പുസ്തകത്തിലെ വിവരണം ഒരു കഥയാണെന്ന് കേട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് പിതാവിൻ്റെ അഭിപ്രായം. ഓക്കെ ജിൻസ്, ഉൽപ്പത്തി പുസ്തകത്തിലെ വിവരണം സൃഷ്ടി വിവരണമായിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ? അതെ. സൃഷ്ടി വിവരണം ഒരു കഥയാണ് എന്ന് കേട്ടിട്ടുണ്ട്. എവിടുന്ന് കേട്ടു ജിൻസ്? ബൈബിളിൽ നിന്ന്. ബൈബിളിൽ നിന്ന് കഥയായിട്ട് കേൾക്കുകയല്ല, ബൈബിളിനെ കുറിച്ചുള്ള ഏതെങ്കിലും പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രസംഗിച്ചപ്പോഴൊക്കെ ആയിരിക്കും കേട്ടേക്കുന്നത് അല്ലേ? ബൈബിളിലെ ഈ കഥ ഇങ്ങനെ 2 തരത്തിലുള്ള ചിന്താഗതി ഉണ്ട് എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. അതായത് ചിലർ പറയുന്നു ഇത് ബാബിലോണിയൻ മിത്തോളജിയിൽ നിന്ന് ഒക്കെ ഇതിന് സമാനമായ കഥകളുണ്ട്, അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും കഥകളെ അവലംബമാക്കി ഇത് എഴുതിയതായിരിക്കും എന്ന് ചില ബ്രിട്ടീഷ് എഴുത്തുകാരാണ് ആദ്യമായി ഇങ്ങനൊരു തിയറിയും കൊണ്ടുവന്നത്. പക്ഷേ നമുക്കറിയാം ഈ കഥകളുടെ എല്ലാം പിന്നാമ്പുറത്തെ ഈ മിത്തോളജി, ഗ്രീക്ക് പുരാണങ്ങളിലാകട്ടെ, ബാബിലോണിയൻ പേർഷ്യൻ പുരാണങ്ങളിലാകട്ടെ, സുമേറിയൻ പാരമ്പര്യങ്ങളിലാകട്ടെ സമാനമായ പല കഥകളുമുണ്ട്. ആ കഥകളുടെ സമാനത കൊണ്ട് അവിടെ നിന്ന് എടുത്തതാണ് ഈ ബൈബിളിലെ കഥ എന്ന നിഗമനത്തിലെത്തി എന്നുള്ളതാണ് ഇതിനകത്തെ അടിസ്ഥാനപരമായ തെറ്റ്. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യ അധ്യായങ്ങളിലെ വിവരണങ്ങളെ വെറും കഥയായി പരിഗണിച്ചാൽ മതി, അതിന് പ്രാധാന്യമൊന്നും കൊടുക്കണ്ട എന്ന നിലപാട് ശരിയല്ല. മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഇങ്ങനെയുള്ള കഥകളുമായിട്ടുള്ള സമാനത അവിടെ ഉണ്ടായിരിക്കവേ തന്നെ ദൈവീക സത്യങ്ങൾ വെളിപ്പെടുത്താൻ കഥാരൂപത്തിൽ വിശുദ്ധ ഗ്രന്ഥകാരന്മാർ ചിലപ്പോൾ സംസാരിച്ചെന്നിരിക്കും. ഇപ്പം ഈശോ ഉപമകൾ പറഞ്ഞു. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, വിത്തുകളിൽ ചിലത് വഴിയിൽ വീണു, അല്ലേ? ഒരു ഉപമയാണ്. ആ ഉപമ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതൊരു കഥാരൂപത്തിൽ ഈശോ പറഞ്ഞെന്നേ ഉള്ളൂ. പക്ഷേ ആ കഥയുടെ സന്ദേശം അത് കാര്യമുള്ള കാര്യമാണ്, ഇല്ലേ? എന്നതുപോലെ ദൈവമായ കർത്താവ് 6 ദിവസം കൊണ്ട് സൃഷ്ടി പൂർത്തിയാക്കി 7-ാം ദിവസം വിശ്രമിച്ചു എന്ന് പറയുമ്പോൾ അത് വളരെ വലിയ സത്യങ്ങൾ അതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്. ഒന്നാമതായിട്ട് ദൈവമാണിത് സൃഷ്ടിച്ചത്, ഈ പ്രപഞ്ചത്തിൻ്റെ ഉടയവൻ ദൈവമാണ് എന്ന സത്യം അവിടെ അടിവരയിട്ട് പറയുന്നു. സൂര്യനും ചന്ദ്രനും ഒന്നും ദൈവങ്ങളല്ല എന്നും അത് ആരാധിക്കപ്പെടേണ്ടതല്ല എന്നും അത് ദൈവത്തിൻ്റെ സൃഷ്ടികൾ മാത്രമാണ് എന്നും അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇല്ലേ? ഈ കരയും കടലും ആകാശവും ഒക്കെയും ദൈവത്തിൻ്റെ കരവേലയാണ് എന്നുള്ള സത്യം പറയുന്നുണ്ട്. അതുകൊണ്ട് കടലിനൊരു ദേവൻ, കരയ്ക്ക് വേറെ 5-6 ദേവന്മാർ, ആകാശത്തിന് വേറൊരു ദേവൻ, വായുവിന് വേറൊരു ദേവൻ, ഇങ്ങനത്തെ ദേവന്മാരൊന്നുമില്ല. അവരെല്ലാം ഇവയുടെ എല്ലാം ഉടയവൻ ദൈവമാണ് എന്ന് ഈ സൃഷ്ടി വിവരണത്തിലൂടെ സന്ദേശം ലഭിക്കുന്നു. ഇനി സൃഷ്ടിയുടെ മകുടമായിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അതുകൊണ്ട് മനുഷ്യന് സൃഷ്ടപ്രപഞ്ചത്തിൽ സവിശേഷമായ ഒരു സ്ഥാനമുണ്ട് എന്ന് ഈ സൃഷ്ടി വിവരണം നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. ഈ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതാകട്ടെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും. അത് സൂചിപ്പിക്കുന്നത് ഇനിമേൽ ദൈവത്തെ കാണാൻ അടുത്തിരിക്കുന്നവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി എന്നതിനർത്ഥമുണ്ട്. മനുഷ്യന് ദൈവത്തോളം മഹത്വമുണ്ട് എന്ന് ഈ സൃഷ്ടി വിവരണം പഠിപ്പിക്കുന്നു. 7-ാം ദിവസം ദൈവം വിശ്രമിച്ചതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ചോദ്യത്തിന് ഉത്തരമായി പറയുകയുണ്ട്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം സൃഷ്ടിയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിത്യസത്യങ്ങൾ ഈ സൃഷ്ടി വിവരണത്തിൻ്റെ അവിഭാജ്യ ഭാഗമാണ്. അവയിൽ ഒന്നുപോലും കഥയല്ല. ഈ നിത്യസത്യങ്ങളിൽ ഒന്നുപോലും ഏതെങ്കിലും ഐതിഹ്യങ്ങളിൽ നിന്ന് രൂപം കൊണ്ടതല്ല. അത് ദൈവമായ കർത്താവ് നമ്മെ നേരിട്ട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സത്യങ്ങൾ തന്നെയാണ് എന്ന് ജിസ് മനസ്സിലാകും. വളരെ നല്ലൊരു ചോദ്യം ചോദിച്ച ജിൻസിനും മനോഹരമായ രീതിയിൽ ഉത്തരം പറഞ്ഞ അഭിനന്ദ പിതാവിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എങ്ങനെയാണ് എന്ന് അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കൊച്ചു കൊച്ചു ചോദ്യങ്ങളുമായിരുന്നു നമ്മൾ കണ്ടത്. വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്നും ഓർത്തിരിക്കാവുന്ന രീതിയിൽ അഭിനന്ദ പിതാവ് ആ ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരം നൽകി. ഏറ്റവും സ്നേഹത്തോടു കൂടി അഭിനന്ദ പിതാവിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ചോദ്യങ്ങൾ ഏറ്റവും ഉണർവോടുകൂടി ചോദിച്ച പ്രിയപ്പെട്ട യുവജനങ്ങൾക്കും ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി പറയുകയാണ്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.